ഹലോ! ഇന്ന് നമ്മൾ അക്കുടോയുടെ അംഗനവാടിയിലെ കലാമേളയാട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയേക്കുവാണ്. പുള്ളിക്കാരിനെ നമ്മൾ കൃഷ്ണനാണ് ആക്കിയത്. ശ്രീകൃഷ്ണ ജയന്തിക്ക് കൃഷ്ണനായിട്ട് ഒരുങ്ങിയ കാരണം പുള്ളിക്കാരത്തിക്ക് വലിയ മടിയൊന്നുമില്ലായിരുന്നു. സംഭവം എന്താണെന്നൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായായിരുന്നു. ഇങ്ങനെയാണ് നിൽക്കേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷേ അവിടെ ചെന്നപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയി പുള്ളിക്കാരിയുടെ. പിന്നെ നമുക്ക് ദേവൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ദേവൂട്ടിയാണ് ആദ്യമായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. കയ്യിൽ നിന്ന് പോയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ആൾക്കാരെ കണ്ടപ്പോൾ ചെറിയൊരു പേടി. സ്റ്റേജിലേക്ക് കയറിയുള്ള ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ടാണ്. എന്നാലും കുഴപ്പമില്ല, പിടിച്ച് നിന്ന് രണ്ടുപേരും ഫാൻസി ഡ്രസ്സായ കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടാൾ സ്റ്റേജിലേക്ക് തന്നെ നോക്കി നിൽക്കുവാണ്. ഓടക്കുഴലിൽ ഊതാൻ പറഞ്ഞിട്ട് അതൊന്നും ഊതിയൊന്നുമില്ല, കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല, ശ്രദ്ധിക്കാൻ നേരെയില്ല. കാരണം എല്ലാ ഓഡിയൻസിന് നോക്കിക്കൊണ്ട് നിൽക്കുക, എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിക്ക് നിൽക്കുക രണ്ടുപേരും. ഒന്നും മനസ്സിലാവുന്നില്ല, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാട്ടാട്ടോ, ഗ്രൂപ്പ് സോങ് ആണ് വരുന്നത്. അതിന് പ്രാക്ടീസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. പാടില്ലെന്നൊക്കെ പറഞ്ഞു, എന്നാലും ഒരു വിധത്തിലേക്ക് കയറി. ഇത് കഴിഞ്ഞ് അക്കുടോയുടെ കൂട്ടുകാരൻ ഏതെങ്കിലും ഒരു ഫാൻസി ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ കഴിഞ്ഞാണ് പിന്നെ നമുക്ക് ഗ്രൂപ്പ് സോങ് വന്നത്. ഗ്രൂപ്പ് സോങ് ആണ് പാടിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുള്ള പാട്ടായ കാരണം എല്ലാ വരിയൊന്നും ക്ലിയർ ആയിട്ട് വന്നില്ല, എന്നാലും കുഴപ്പമില്ല. ഇനി അത് കഴിഞ്ഞ് പുള്ളി ഒരു സിംഗിൾ സോങ്ങും കൂടെ പാടി കേട്ടോ. അങ്ങുവാനക്കോണിലാണ് പാടിയത്. അത് നല്ല അടിപൊളിയായിട്ട് പാടി കേട്ടോ. നല്ല വ്യക്തമായിട്ട് തന്നെ ആൾ പാടി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇതിലേക്ക് വന്നു കേട്ടോ. പിന്നെയും പ്രോഗ്രാം ഉച്ച കഴിഞ്ഞ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും പിള്ളേരുടെ ഉണ്ട്.